സിറിയയിലെ ക്രൈസ്തവ ദേവാലയത്തിൽ നടന്ന ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 25 ഉയർന്നു. 80 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരനാണ് ആക്രമണത്തിന് നടത്തിയതെന്ന് റിപ്പോർട്ട്. പള്ളിക്കുള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നവരുടെ നേരെ ആദ്യം വെടി തീർത്ത ശേഷം ഈ ഭീകരൻ പിന്നീട് സ്വയം പൊട്ടിത്തെറിക്കുകയായിരുന്നു. സിറിയ തലസ്ഥാനമായ ഡമാസ്കസിലെ എലിയാസ് ചർച്ചിൽ ഇന്നലെ കുർബാന നടക്കുന്നതിനിടയിലാണ് ആക്രമണം നടന്നത്. ഞായറാഴ്ചയായതിനാൽ തന്നെ പള്ളിയിൽ നിറയെ ആളുകൾ ഉണ്ടായിരുന്നു. ഭീകരാക്രമണത്തിൽ 30-ലധികം പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. കൊല്ലപ്പെട്ടവരിൽ കുട്ടികളും അടക്കമുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് സിറിയയിൽ ഇത്തരമൊരു ഭീകരാക്രമണം ഉണ്ടാകുന്നത്. ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ലെന്ന് ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പിലെ തീവ്രവാദികളാണ് പള്ളിയിൽ കയറിയതെന്നും സിറിയൻ സർക്കാർ വ്യക്തമാക്കുന്നത്. പള്ളിയിലേക്ക് കയറിയ ഇയാൾ കയ്യിലുണ്ടായിരുന്ന തോക്കുപയോഗിച്ച് ആൾക്കാർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഇതിനുശേഷം സ്വയം പൊട്ടിത്തെറിക്കുകയായിരുന്നു. വെടിവയ്പിലും സ്ഫോടനത്തിലൂടെയാണ് ആളുകൾ കൊല്ലപ്പെട്ടത് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.